എല്ലാവർക്കും ടാലന്റ് ഹണ്ടിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ 2018 ക്രിസ്മസ് പരീക്ഷയിലെ ചോദ്യപേപ്പറാണ്. ചോദ്യം അതോടൊപ്പം തന്നെ അതിൻ്റെ ഉത്തരങ്ങളും വീഡിയോയിൽ തന്നെയുണ്ട്. ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മുഴുവനായും കാണാം. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദി ഓഥർ ഓഫ് ദി ബുക്ക് പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ബുക്ക് രചിച്ചതാരാണ്? ദാദാഭായ് നവറോജി. വിച്ച് എമംഗ് ദി ഫോളോയിങ് ഇസ് ദ സ്കെയിൽ ഓഫ് മില്യൺ ഷീറ്റ്. മില്യൺ ഷീറ്റിൻ്റെ സ്കെയില് താഴെ കൊടുത്തവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. 1:1 മില്യൺ ആണ്. തേർഡ് വൺ, ഐഡൻറ്റിഫൈ ദി ടാക്സ് ഇമ്പോസ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഏർപ്പെടുത്തുന്ന ടാക്സ് ഏതാണ്? കോർപ്പറേറ്റ് ടാക്സ്, ലാൻഡ് ടാക്സ്, പേഴ്സണൽ ഇൻകം ടാക്സ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്. ഇതിലേതാണ്? ലാൻഡ് ടാക്സ് ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ ദി സിവാലിക്സ് ദാറ്റ് ബിലോങ്സ് ടു ദി നോർത്തേൺ മൗണ്ടെയ്ൻസ്. നോർത്തേൺ മൗണ്ടെയ്ൻസിൽ സ്ഥിതി ചെയ്യുന്ന സിവാലിക്സിനെ കുറിച്ച് ഒരു ബ്രീഫ് നോട്ട് എഴുതുക. 4 പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സിറ്റുവേറ്റഡ് ടു ദി സൗത്ത് ഓഫ് ദി ഹിമാചൽ. ആവറേജ് ആൾട്ടിറ്റ്യൂഡ് ഈസ് 1220 meters. As the Himalayan rivers cut across this range, its continuity breaks at many places. Broad flat valleys seen along these ranges are called dunes. Example, Dehradun. Fifth question, the social reform movements of the 19th century function with the 2 main objectives. Which are they? 19ാം നൂറ്റാണ്ടിലെ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് പ്രധാനപ്പെട്ട 2 ഒബ്ജക്റ്റീവ്സ് ആണ് ഉണ്ടായിരുന്നത്. അത് ഏതൊക്കെയാണ്? ടു ഇറാഡിക്കേറ്റ് ഇവൽസ് ആൻഡ് സൂപ്പർസ്റ്റിഷൻസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദി ഇന്ത്യൻ സൊസൈറ്റി. ടു എൻഷ്യൂർ ഈക്വൽ സിവിൽ റൈറ്റ്സ് ടു എഡ്യൂക്കേഷൻ, ട്രാവൽ ആൻഡ് ഡ്രസ് കോഡ്. ഇതാണ് ഇതിന് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 റെക്കമെൻഡേഷൻസ് ഓഫ് ഡോക്ടർ DS കൗതാരി കമ്മീഷൻ ഫോർ ദി പ്രോഗ്രസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ. 2 റെക്കമെൻഡേഷനാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് നമുക്ക് എന്ത് എഴുതാം? സ്റ്റാർട്ട് എ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ അറ്റ് സെക്കൻഡറി ലെവൽ. സെക്കൻഡ് വൺ, ഫോക്കസ് ഓൺ മോറൽ എഡ്യൂക്കേഷൻ. ഈ 2 പോയിൻറ്റ്സ് എഴുതി വയ്ക്കുക. 7th ക്വസ്റ്റ്യൻ, സോവർണിറ്റി ഓഫ് ദി സ്റ്റേറ്റ് ഹാസ് 2 ഡയമെൻഷൻസ്. വാട്ട് ആർ ദേ? ഒരു സ്റ്റേറ്റിൻ്റെ സോവർണിറ്റിയുടെ 2 ഡയമെൻഷൻസ് ഏതൊക്കെയാണ്? ഇൻറ്റേർണലും എക്സ്റ്റേർണലും. ഇൻറ്റേർണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദ റൈറ്റ് ടു ടേക്ക് ഡിസിഷൻസ് ഓൺ ഓൾ മാറ്റേഴ്സ് വിച്ച് കം വിത്തിൻ ഇറ്റ്സ് ടെറിട്ടറി. എക്സ്റ്റേർണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ റൈറ്റ് ടു ടേക്ക് ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻ ഓൺ ഇൻ്റർനാഷണൽ ഇഷ്യൂസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ദി സർക്കംസ്റ്റൻസ് ദാറ്റ് ഫോഴ്സ്ഡ് ഗാന്ധിജി ടു സസ്പെൻഡ് ദി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത് എന്താണ്? എന്തായിരുന്നു? ചൗരി ചൗര ഇൻസിഡൻ്റ് ആണ്. Gandhiji withdrew the non-cooperation movement due to untoward incident in Chowri Chowra village in Uttar Pradesh. In response to the police firing at a mob, the villagers set ablaze the police station and 22 policemen died. This incident disappointed Gandhiji and he realized that the people could not fully understand the essence of the principle of ahimsa. 10th question, what are the causes for the increasing public debt in India? ഇന്ത്യയിൽ പൊതുകടം കൂടുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്തൊക്കെ എഴുതാം? ഇൻക്രീസ്ഡ് ഡിഫൻസ് എക്സ്പെൻഡിച്ചർ, ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, ഫോർ സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ്, ഫോർ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്. 11th ക്വസ്റ്റ്യൻ, ദി പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് വാസ് വൺ ഓഫ് ദി ലാൻഡ് റവന്യൂ സിസ്റ്റംസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദി ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ. റൈറ്റ് ഇനി 3 ഫീച്ചേഴ്സ് ഓഫ് ഇറ്റ്. പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 3 എഴുതിയാൽ മതി, 3 മാർക്ക് കിട്ടും. ഇൻ ദി പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് ദി ടാക്സ് വാസ് കളക്റ്റഡ് ബൈ ജമീദാസ്. പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റിൽ ടാക്സ് ആരായിരുന്നു കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? ജമീദാസ് ആണ്. ജമീദാർ വാസ് ദി ഓണർ ഓഫ് ദി എൻറ്റയർ ലാൻഡ്. മുഴുവൻ ലാൻഡിൻ്റെയും ഓണർ ആരാണ്? ജമീദാസ്. While the Zamindars became the owners of land, the actual farmers became tenants. Farmers were to pay up to 60% of the yield as tax. Tax was to be paid even at the time of poor yield. The tax was to be paid in cash. 12th question, mention the information about the landscapes that can be obtained by analyzing contour lines. കോണ്ടൂർ ലൈൻസ് അനലൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത്? 3 വിവരങ്ങളാണ് നമുക്ക് പ്രധാനമായും ലഭിക്കുന്നത്. എന്തൊക്കെയാണ്? അൾട്ടിറ്റ്യൂഡ് ഓഫ് ദി പ്ലേസിൻ്റെ ഉയരം, നേച്ചർ ഓഫ് ദി സ്ലോപ്പ്, ഇങ്ങനെയുള്ള സ്ലോപ്പാണ്, ഷേപ്പ് ഓഫ് ദി ലാൻഡ് ഫോം, അതിൻ്റെ ഷേപ്പ്. 13th question, taking cue from Russian Revolution, socialist ideology started to spread in India in
1913s. Who were the leaders influenced by socialist ideologies? Jawaharlal Nehru, Subhash Chandra Bose, G. Prakash Narayanan and Aruna Asaf Ali. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? നെയിം ദി പാർട്ടി ദാറ്റ് വാസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ്. ഇതിൻ്റെ റിസൾട്ടായിട്ട് ഫോം ചെയ്ത പാർട്ടി ഏതാണ്? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. 14th ക്വസ്റ്റ്യൻ മാച്ച് ദി ഫോളോയിങ് ആണ്. ഇവിടെ നമുക്കൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടേബിളിൽ ആരൊക്കെയാണുള്ളത്? ലോർഡ് ലൈറ്റൻ, മഹാത്മാഗാന്ധി, ലോർഡ് മാക്വാലെ, വള്ളത്തോൾ നാരായണ മേനോൻ. രണ്ടാമത്തെ കൊളത്തിലോ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, കേരള കലാമണ്ഡലം, ദ വെർനാക്കുലർ പ്രസ് ആക്ട്, വാർത്ത എഡ്യൂക്കേഷൻ പ്ലാൻ. ലോർഡ് ലൈറ്റന് നേരെ വരുന്നത് ദ വെർനാക്കുലർ പ്രസ് ആക്ട് ആണ്. വാർത്ത എഡ്യൂക്കേഷൻ പ്ലാന് ഇംപ്ലിമെൻറ്റ് ചെയ്തത് മഹാത്മാഗാന്ധിയാണ്. ഇംഗ്ലീഷ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടത് ലോർഡ് മാക്വാലെ. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ്. നമുക്ക് 15ാമത്തെ ചോദ്യം നോക്കാം. മാർക്ക് ആൻഡ് ലേബൽ ദി ഫോളോയിങ് ജിയോ ഇൻഫർമേഷൻ ഇൻ ദി ഗിവൺ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ഇന്ത്യ പ്രൊവൈഡഡ്. നമുക്ക് ഇന്ത്യയുടെ ഒരു ഔട്ട്ലൈൻ മാപ്പ് തന്നിട്ടുണ്ട്. അതിൽ താഴെ നൽകിയിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ, ആരവല്ലി മൗണ്ടൻ, റിവർ ഗോദാവരി, ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. 16th ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദി ജിയോ ഇൻഫർമേഷൻ മാർക്ക്ഡ് ആസ് എ, ബി, സി ആൻഡ് ഡി in the model grid given below. Locate A and B by 4-figure grid reference and C and D by 6-figure grid reference method. ഈ ഒരു ഗ്രിഡ് മാപ്പിൽ എ, ബി എന്ന് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് 4-figure ഗ്രിഡ് റെഫറൻസ് ഉപയോഗിച്ചും സി, ഡി എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് 6-figure ഗ്രിഡ് റെഫറൻസ് ഉപയോഗിച്ചും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് ഫോർട്ടാണ്, കോട്ടയാണ്. അതിൻ്റെ ഗ്രിഡ് റെഫറൻസ് എന്താണ്? 8437. നമുക്കറിയാം ഗ്രിഡ് റെഫറൻസ് മാർക്ക് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഈസ്റ്റിങ്സ് ആണ് മാർക്ക് ചെയ്യേണ്ടത്, പിന്നീടാണ് നോർത്തിങ്സ് മാർക്ക് ചെയ്യേണ്ടത്. ബി ഗ്രേവ് ആണ്. ഗ്രേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്മശാനം. അതിൻ്റെ 4-figure ഗ്രിഡ് റെഫറൻസ് ആണ് 8136. സി എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ട്യൂബ് വെല്ലാണ്. ഗ്രിഡ് റെഫറൻസ് 818342. ഡി ലൈറ്റ് ഹൗസ് ആണ് 826375. എക്സ്പ്ലെയിൻ ദി എയിംസ് വിത്ത് വിച്ച് ദി ന്യൂസ് പേപ്പേഴ്സ് ഫങ്ഷൻ ഡ്യൂറിങ് ഫ്രീഡം സ്ട്രഗിൾ. സ്വാതന്ത്ര്യ സമര കാലത്ത് പത്രങ്ങളുടെ ലക്ഷ്യം എന്തായിരുന്നു? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഹിസ്റ്ററി ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 89 വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഡിസിമിനേറ്റഡ് ഇൻഫർമേഷൻ ഓൺ മസാക്കേഴ്സ്, ഓപ്പറേഷൻ ആൻഡ് റെപ്രസീവ് റോൾ ഇൻ വാരിയസ് പാർട്സ് ഓഫ് ദി കൺട്രി. പോപ്പുലറൈസ്ഡ് റിഫോർമേറ്റീവ് മൂവ്മെൻറ്റ് അഗെയിൻസ്റ്റ് സോഷ്യൽ ഈവൽസ് ആൻഡ് സൂപ്പർസ്റ്റിഷ്യൻസ്. മോട്ടിവേറ്റഡ് ദി പീപ്പിൾ ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷ് റൂൾ ആൻഡ് ഈവൽസ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. Created public awareness on economic exploitation by the British. Kept abreast of the global agitations for freedom, democracy and equality. Reported the calamities like plague and famines that killed thousands of Indians in various regions. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 6 പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. 4 എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 4 മാർക്ക് കിട്ടും. 18th ക്വസ്റ്റ്യൻ റൈറ്റ് എ നോട്ട് ഓൺ ദി വിൻ്റർ സീസൺ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ വിൻ്റർ സീസണെ കുറിച്ച് ഒരു നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിൽ വിൻ്റർ സീസൺ എന്ന് പറയുന്നത് ഡിസംബർ, ജാനുവരി, ഫെബ്രുവരിയാണ്. ഇന്ത്യ എക്സ്പീരിയൻസസ് വിൻ്റർ വെൻ ദി പൊസിഷൻ ഓഫ് ദി സൺ ഇസ് ഓവർ ദി സൗത്തേൺ ഹെമിസ്ഫിയർ. മോസ്റ്റ് പ്ലേസസ് ഇൻ ഇന്ത്യ എക്സ്പീരിയൻസ് ഇൻറ്റൻസ് ഫോഗ് ആൻഡ് സ്നോഫോൾ വാലീസ് ഓഫ് ദി ഹിമാലയാസ് ഡ്യൂറിംഗ് ദിസ് സീസൺ. ദ ഫിനോമിനൻ കോൾഡ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് ഇസ് അനദർ പെക്യുലാരിറ്റി ഓഫ് ദി സീസൺ. 19th question what were the methods of boycott adopted by the people of India as a part of non-cooperation movement? നിസ്സഹരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ ജനങ്ങൾ ആരംഭിച്ച ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? ഫാമേഴ്സ് ഇൻ അവധ് refused to pay taxes. The tribal groups in northern Andhra entered the forest and collected the forest produces violating the forest laws. Farmers in Uttar Pradesh refused to carry the luggage of the colonial officials. Workers struck work. Lawyers boycotted courts. Students quitted colleges and schools run by the British. The public, including women, burned foreign clothes on the streets. 4 മാർക്കിൻ്റെ ചോദ്യം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ 4 പോയിൻറ്റ്സ് എഴുതിയാൽ മതി. 20th question explain the characteristics of direct tax and indirect tax. ഡയറക്റ്റ് ടാക്സിൻ്റെയും ഇൻഡയറക്റ്റ് ടാക്സിൻ്റെയും സവിശേഷതകൾ എഴുതുവാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് ഡയറക്റ്റ് ടാക്സിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ടാക്സ് ഈസ് പെയ്ഡ് ബൈ ദി പേഴ്സൺ ഓൺ ഹൂം ഇറ്റ് ഈസ് ഇമ്പോസ്ഡ്. ടാക്സ് ബർഡൻ ഈസ് ഫെൽറ്റ് ബൈ ദി ടാക്സ് പേയർ. കമ്പാരിറ്റീവ്ലി ഹൈ എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് ഫോർ ടാക്സ് കളക്ഷൻ. ഇനി ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ടാക്സ് ഈസ് ഇമ്പോസ്ഡ് ഓൺ വൺ പേഴ്സൺ ആൻഡ് പെയ്ഡ് ബൈ അനദർ. ടാക്സ് ബർഡൻ ഈസ് നോട്ട് ഫെൽറ്റ് ബൈ ദി ടാക്സ് പേയർ. Comparatively low expenditure is incurred for tax collection.
21st question. What are the various theories on the origin of state? Explain. ഒറിജിൻ ഓഫ് സ്റ്റേറ്റിൻ്റെ ഡിഫറെൻറ്റ് തിയറീസ് ഏതൊക്കെയാണ്? നമ്മൾ 4 പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ഡിവൈൻ റൈറ്റ് തിയറി, രണ്ടാമത്തേത് ഇവല്യൂഷണറി തിയറി, മൂന്നാമത്തേത് സോഷ്യൽ കോൺട്രാക്ട് തിയറി, ഫോർത്ത് വൺ പവർ തിയറി. ഓരോന്നും എന്താണെന്ന് നോക്കാം. ഡിവൈൻ റൈറ്റ് തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഈസ് ദ ക്രിയേഷൻ ഓഫ് ഗോഡ്, കിങ് ഈസ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഗോഡ്, കിങ് ഈസ് ആൻസറബിൾ ഓൺലി ടു ഗോഡ്. Evolutionary theory, state is the product of history, it was formed by social evolution. Social contract theory, state came into existence as a result of contract by the people. State was constituted for the fulfillment of human needs. Last one, power theory, state came into existence as a result of establishment of power by the strong over the weak. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ ദി റിവർ ഇൻഡസ് ബേസ്ഡ് ഓൺ ദി ഗിവൻ ഹിൻസ്. നമുക്ക് താഴെ കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട്. അതുപയോഗിച്ച് സിന്ധു നദിയെക്കുറിച്ചുള്ള ചെറിയ ഷോർട്ട് നോട്ട് തയ്യാറാക്കണം. ഒറിജിൻ, ലെങ്ത്, മേജർ ട്രിബ്യൂട്ടറീസ്, സീ വിച്ച് ഇറ്റ് ജോയിൻസ്. ഇതാണ് 4 ഹിൻസ്. ഇൻഡസിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് മാനസരോവർ ലേക്ക് ഇൻ ടിബറ്റാണ്. ലെങ്ത് അബൌട്ട് 2280 കിലോമീറ്റർ. ഓൺലി 700 കിലോമീറ്റർ ഓഫ് ദിസ് റിവർ ഫ്ലോസ് ത്രൂ ഇന്ത്യ. ഇന്ത്യയിലൂടെ ഈ ഒരു നദിയുടെ 709 കിലോമീറ്റർ മാത്രമാണ് ഒഴുകുന്നത്. അതിൻ്റെ മേജർ ട്രിബ്യൂട്ടറീസ് ആണ് ജനം, ബീസ്, രവി, സത്ലജ്, ജലം. അത് ചെന്നെത്തുന്നത് അറേബ്യൻ സീലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി യൂസസ് ഓഫ് ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം? ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ജിസ് അഥവാ ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ യൂസസ് കമ്പൈൽ ഡാറ്റ ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ്, അപ്ഡേറ്റ് ആൻഡ് ഇൻകോപ്പറേറ്റ് ഡാറ്റ ഈസിലി, കണ്ടക്ട് തീമാറ്റിക് സ്റ്റഡീസ്, റെപ്രസെൻറ്റ് ജിയോഗ്രാഫിക് ഫീച്ചേഴ്സ് സ്പേഷ്യലി, generate visual models of future phenomena and processes based on the data collected, prepare maps, tables and graphs. അടുത്ത ക്വസ്റ്റ്യൻ, what were the factors that prompted Gandhiji to choose salt as a weapon to protest? സമരത്തിന് ആയുധമായി ഉപ്പിനെ ഉപയോഗിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത് എന്താണ്? Salt tax constituted 2/5 portion of the income collected by British through taxes. This tax was heavy burden for the poor people. The British government banned small-scale indigenous salt production. There was threefold hike on salt price. The demand for lifting salt tax was a slogan suitable to inspire all segments of society. ഈ ഘടകങ്ങളാണ് ഗാന്ധിജിയെ സമരത്തിന് ആയുധമായി ഉപ്പിനെ ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചത്. 25th question, following are certain projects implemented in India to develop education and skills. What are their objectives? ഇവിടെ നമുക്ക് താഴെ ഇന്ത്യയിലുള്ള കുറച്ച് പ്രോജക്റ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മളോട് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എഴുതാനാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീമാണ്. സെക്കൻഡ് വൺ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീമാണ്. ICDSൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ടു എൻഷ്യൂർ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ അപ് ടു 6 years, ടു പ്രൊവൈഡ് ഹെൽത്ത് കെയർ ഫോർ പ്രഗ്നൻറ്റ് ആൻഡ് ലാക്ടേറ്റിംഗ് വുമൺ. NSDയുടെ ഒബ്ജക്റ്റീവ്സ് ടു ഇംപ്രൂവ് ദി വർക്കിംഗ് സ്കിൽ ഓഫ് ദി യൂത്ത്, to ensure the availability of people with employable skills. 26th question, explain the circumstance for choosing language as a criterion for the reorganization of states in independent India. There are many princely states with people speaking different languages. So there were demands from different parts of India for the formation of states on the basis of language. In 1920, the Nagpur session of Indian National Congress resolved to form its state committees on the basis of language. After independence, people agitated for the formation of state along linguistic lines. Potti Srimalu, a freedom fighter, started Satyagraha for the formation of Andhra Pradesh for Telugu-speaking people. After 58 days of fasting, she died and it intensified the mass agitation. Following this, in 1953, the government of India formed the state of Andhra Pradesh for Telugu-speaking people. After this, the demand for linguistic states intensified. The government of India formed a commission to recognize Indian state on the basis of language with Fazal Ali as chairman and H.N. Khusro and K.M. Panikkar, a Keralite, as members. As per the recommendations of the commission, the parliament passed the States Reorganization Act in 1956. Thus, 14 states and 6 union territories came into effect. Afterwards, new states were formed in various phases. Now, India has 28 states and 8 union territories.
Integration of princely states was one of the major challenges faced by independent India. How did India overcome this challenge? There were around 600 princely states in pre independent India. In addition to the territories directly ruled by the British, Britain gave these princely states the options to join either India or Pakistan or to be independent. Integration was really a Herculean task, and Sardar Vallabhbhai Patel was the Union Minister entrusted with this mission. He appointed V.P. Menon, a Keralite, as Secretary of the Department of States. Patel and V.P. Menon prepared an instrument of accession which stipulated the princely state had to transfer their control over defense, external affairs, and information and communications to the Government of India. Following the diplomacy of the government and popular protest, majority of the princely states signed the instrument of accession and joined Indian Union. But some states such as Hyderabad, Kashmir, and Junagadh resented. Finally, they were also integrated into the Indian Union through conciliation and military interventions. 28th question. What are the two different types of artificial satellites? Explain the characteristic features of these satellites. രണ്ട് തര കൃത്രിമ ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? അതിൻ്റെ സവിശേഷതകൾ വ്യക്തമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ട് തര ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആണുള്ളത്. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ്, രണ്ടാമത്തേത് സൺ സിങ്ക്രോണസ് സാറ്റലൈറ്റ്സ്. നമുക്ക് ഒന്ന് എഴുതി നോക്കാം. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ആസ് ജിയോ സ്റ്റേഷനറി ആൻഡ് സൺ സിങ്ക്രോണസ് സാറ്റലൈറ്റ്സ്. ആദ്യം നമുക്ക് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സിൻ്റെ പ്രത്യേകതകൾ നോക്കാം. These are the satellites that move in accordance with the Earth revolution. They orbit the Earth at an elevation of about 36,000 kilometers above the Earth. One third of the Earth comes under its field of view. As the movement of these satellites corresponds to the speed of the rotation of the Earth, it stays constantly above a specific place on the Earth. This helps in continuous data collection of an area. It is used in telecommunication and for weather studies. ഇനി നമുക്ക് സൺ സിങ്ക്രോണസ് സാറ്റലൈറ്റ്സിൻ്റെ പ്രത്യേകതകൾ നോക്കാം. Sun synchronous satellites are the artificial satellites that revolve around the Earth along the poles. Compared to the geostationary satellites, they travel at a lower elevation. The orbit of these satellites is about 1000 kilometers below the Earth's surface. The field of view is less than that of the geostationary satellites. Repetitive data collection is possible. Used data for collection on natural resources, land use, groundwater, etc. These satellites are mainly used for remote sensing purposes. 29th question. What are the various analytical capabilities of GIS? Explain. Network analysis, buffer analysis, and overlay analysis are the important analytical capabilities of GIS. First, നമുക്ക് നെറ്റ്വർക്ക് അനാലിസിസിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. The linear feature in the map such as road, railway, rivers, etc. are subjected to network analysis. The shortest route, roads without toll, roads with less traffic, and petrol pumps, hotels, and hospitals can be identified through network analysis. അടുത്തത് overlay analysis ആണ്. Overlay analysis is used to identify the interrelationship of various surface features on Earth and the changes they have undergone over a period of time. Overlay analysis is helpful in understanding the changes in the area of crops, the changes in land use, etc. Buffer analysis. Buffer analysis is an analytical capability used for analyzing the activities around a point feature or at a definite distance along a linear feature. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 29 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. നമ്മളെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, അതിന് ആൻസേഴ്സ് പറഞ്ഞു. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്